ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. ശ്രീ നാരായണ ഗുരു മഹാസമാധി ശതാബ്ദി സമ്മേളനം രാഷ്ട്രപതി ഇന്ന് ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യും. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലും ശ്രീമതി ദ്രൌപദി മുർമു സംബന്ധിക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ജർമ്മൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. കേരളത്തിൽ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. MP, കേന്ദ്രമന്ത്രി, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നിങ്ങനെ വിവിധ ചുമതലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പരിണത പ്രജ്ഞനായിരുന്ന ഭരണാധികാരിയായിരുന്നു മലയാളിയായ KR നാരായണൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ശിവഗിരിയിൽ. പ്രഥമ പൌരയെ സ്വീകരിക്കാനൊരുങ്ങി ശിവഗിരി. വിശദാംശങ്ങളിലേക്ക്. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയുടെ 2028 വരെ നീണ്ടുനിൽക്കുന്ന ആഗോളതല പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശിവഗിരിയിലെത്തുന്നത്. ഉച്ചയോടെ ശിവഗിരിയിലെത്തുന്ന രാഷ്ട്രപതി മഹാസമാധിയിൽ പ്രണാമമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ട്രഷറർ സ്വാമി ശാരദാനന്ദ, മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വർക്കലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാലാ സെന്റ് തോമസ് കോളേജിലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. കർശനമായ സുരക്ഷ ഉൾപ്പെടെയുള്ള നടപടികളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് പാലാ സെന്റ് തോമസ് കോളേജിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. ഗതാഗത ക്രമീകരണങ്ങൾ വരുത്തുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും പ്രവർത്തനം 3 മണിക്ക് മുമ്പ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഡ്രോണുകൾ പറത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ നിരോധിച്ചിട്ടുമുണ്ട്. രാഷ്ട്രപതി നാളെ രാവിലെ കോട്ടയത്തു നിന്നും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. വൈകിട്ട് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിക്ക് മടങ്ങും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ബഹുമാനാർത്ഥം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്നലെ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നടന്ന വിരുന്നിൽ രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രിമാർ, UDF കൺവീനർ അടൂർ പ്രകാശ്, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡേഴ്സ് കോൺഫറൻസിനെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് അഭിസംബോധന ചെയ്യും. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും. സേനാ മേധാവിമാർ, നാവിക കമാൻഡർമാർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസം നീളുന്ന സമ്മേളനം ഇന്നലെയാണ് ആരംഭിച്ചത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ജർമ്മൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്തോ ജർമ്മൻ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 25ാം വാർഷികത്തിൽ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. ജർമ്മൻ സാമ്പത്തികകാര്യ ഊർജ്ജമന്ത്രി കാത്രീന റീച്ചയുമായി ശ്രീ ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ബെർലിൻ ഗ്ലോബൽ ഡയലോഗിന്റെ 3ാം പതിപ്പിൽ അദ്ദേഹം പ്രഭാഷകനായി പങ്കെടുക്കും. ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനായി ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റലുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാർ നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ അടുത്ത മാസം 11-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ആദ്യഘട്ടം അടുത്ത മാസം 6-ന് നടക്കും. പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്തുണ്ട്. നവംബർ 14-ലാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ രണ്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 10-ന് പെരുന്നയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. 2019 കാലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നിലവിൽ സസ്പെൻഷനിലാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രധാന ഇനമായ അത്ലറ്റിക്സിന് ഇന്ന് തുടക്കമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 668 പോയിന്റുമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിന് 388 പോയിന്റും മൂന്നാം സ്ഥാനത്തുള്ള കോഴിക്കോടിന് 324 പോയിന്റുമാണുള്ളത്. ആദ്യ ദിനത്തിൽ തന്നെ 78 സ്വർണമാണ് തിരുവനന്തപുരം കരസ്ഥമാക്കിയത്. കായികമേളയുടെ ഗ്ലാമർ ഇനമായ അത്ലറ്റിക്സിന് ഇന്ന് തുടക്കമാകും. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ 7:30 മുതലാകും മത്സരങ്ങൾ ആരംഭിക്കുക. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാവിലെ 9 മണിക്ക് മത്സരം ആരംഭിക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ കളിയിൽ ഓസ്ട്രേലിയയ്ക്കായിരുന്നു ജയം. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുംബൈയിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുന്നവർ ടൂർണമെന്റിൽ നിന്നും പുറത്താകും. ഇന്നലെ ഇൻഡോറിൽ നടന്ന കളിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ബഹ്റിനിൽ നടക്കുന്ന 3ാം ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ കബഡിയിൽ ആതിഥേയർക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. ബഹ്റിനിലെ ഇസാ സ്പോർട്സ് സിറ്റി ഹാളിൽ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ 84-40 എന്ന സ്കോറിനാണ് ബഹ്റിനെ പരാജയപ്പെടുത്തിയത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ആന്റ്വർപ്പിലെ ഒരു ബെൽജിയൻ കോടതി അനുമതി നൽകി. മെഹുൽ ചോക്സിയെ ബെൽജിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തത് കോടതി ശരിവച്ചു. തനിക്കെതിരെ ഇന്ത്യയിൽ മനുഷ്യത്വരഹിതമായ സമീപനമുണ്ടായെന്നത് ഉൾപ്പെടെയുള്ള ചോക്സിയുടെ വാദങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ കോടതി തള്ളി. പുതുക്കിയ GST നിരക്കുകൾ ആരോഗ്യമേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ 36 ജീവൻ രക്ഷാമരുന്നുകളുടെ GST എടുത്തുമാറ്റി. ബാൻഡ്-എയ്ഡ്, ഗ്ലൂക്കോമീറ്റർ, തെർമോമീറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ GSTയും 12-ൽ നിന്നും 5% കുറച്ചു. സസ്യ എണ്ണ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട 2011-ലെ സസ്യ എണ്ണ ഉൽപാദനം ലഭ്യത നിയന്ത്രണ ഉത്തരവിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം പ്രധാനപ്പെട്ട ഭേദഗതികൾ വിജ്ഞാപനം ചെയ്തു. ഇന്ത്യയിലെ ഭക്ഷ്യ എണ്ണ മേഖലയിലുടനീളം കൂടുതൽ നിയന്ത്രണങ്ങളും സുതാര്യതയും കൊണ്ടുവരിക എന്നതാണ് ഭേദഗതിയുടെ ലക്ഷ്യം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരശേഖരണം, തത്സമയ നിരീക്ഷണം, മെച്ചപ്പെട്ട ഇടപെടൽ എന്നിവ ഉറപ്പാക്കുന്നതിൽ പുതിയ നടപടികളിലൂടെ സാധിക്കുമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി സമ്മേളനം രാഷ്ട്രപതി ഇന്ന് ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യും. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലും ശ്രീമതി ദ്രൌപദി മുർമു സംബന്ധിക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ജർമ്മൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. കേരളത്തിൽ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ-ഓസ്ട്രേലിയ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.